ദേ അമ്മാവൻ വന്നിട്ടുണ്ട്. ആഹാ. ദേ നീ വന്നതിന് ശേഷം അമ്മാവൻ ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ വരുന്നത്. അമ്മാവന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. പിന്നെ അമ്മാവന് ഏറ്റവും ഇഷ്ടം നാരങ്ങ കൊണ്ടാ. പഞ്ചസാരയും ഉപ്പ് കിട്ടും. ആ സോഡ ഫ്രിഡ്ജിലുണ്ടാവും. സോഡ ഒഴിച്ചാലേ ഗ്യാസിന് നല്ലതാ. ആ എന്താ അമ്മാവൻ വന്ന കാലത്ത് നിൽക്കുന്നത്? വാ ഇരിക്കാം. ആ കണ്ടില്ലേ, അമ്മാവനെ കണ്ടപ്പോ വിമലയ്ക്ക് സന്തോഷമായി. വാ അമ്മാവാ. ഇരിക്കമ്മാവാ. ആ പിന്നെ കാര്യമൊക്കെ അമ്മ പറഞ്ഞാണല്ലോ. എത്ര നല്ലതായാലും എത്ര ദിവസമാണ് നമ്മളൊക്കെ ഭാര്യ വീട്ടില്. ഒടുവിൽ ഞാൻ അവളെ വിളിച്ചോണ്ട് പോകുന്നു. അവിടെ ആവുമ്പോ ആകെ ഒരു വീർപ്പുമുട്ടല. ഇവിടെ ആ പ്രശ്നമില്ലല്ലോ, ഇത് നമ്മുടെ വീടല്ലേ. ആ പിന്നെ അമ്മാവൻ എന്നോട് ചെറിയൊരു അലോഹ്യമുണ്ടെന്നറിയാം. അമ്മാവൻ ലോകം കുറെ കണ്ട ആളല്ലേ. ചിലപ്പോ ഉള്ളിലൊന്നും വയ്ക്കില്ലായിരിക്കും, പക്ഷേ എൻ്റെ ഉള്ളിൽ ചെറിയൊരു വിഷമമുണ്ട്. അവളെ കൂട്ടണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാനെന്ന് അമ്മാവൻ്റെ കാര്യം കയറാത്തത്. അമ്മാവൻ കയറ്റാതിരുന്നത് അമ്മയ്ക്ക് വിഷമമാവണ്ട എന്ന് കരുതിയാണെന്നും എനിക്കറിയാം. അമ്മാവൻ്റെ സ്ഥാനത്ത് ആരായാലും അത് ചെയ്യും. ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിർത്താതെ നീ സംസാരിച്ചത് കൊണ്ടും നാരങ്ങ വെള്ളം തന്നത് കൊണ്ടും തീരില്ലല്ലോ. പറയേണ്ടത് പറഞ്ഞല്ലേ പറ്റൂ. നീ സ്വന്തം അമ്മയെ വെല്ലുവിളിച്ച് അവളെ അകത്തേക്ക് കയറ്റിയത് ഒട്ടും ശരിയായില്ല. അതറിഞ്ഞാ ഞാൻ വന്നത്. എനിക്കറിയാം. അമ്മാവനോട് വന്ന് വിമലയെ വലിച്ച് പുറത്തിറക്കാൻ അമ്മ വിളിച്ച് പറഞ്ഞതാണ്. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശത്തിലാണെങ്കിൽ അതൊന്നും ഇക്കാര്യത്തിൽ നടക്കില്ല അമ്മാവ. മീഡിയയും സോഷ്യൽ മീഡിയയും ഒക്കെ ഉള്ള കാലമല്ലേ. അമ്മാവൻ തന്നെ കണ്ടില്ലേ ഞങ്ങളെ പോലീസ് കൊണ്ടുപോയത്. എത്ര പെട്ടെന്നാ ലോകം മുഴുവൻ അറിഞ്ഞത്. അല്ല, നിയമം അറിയാവുന്ന റിട്ടയർഡ് ജഡ്ജിയായ അമ്മാവൻ ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം കാണിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അമ്മയ്ക്ക് ആ വക കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അറിയണ്ടടാ, ഒന്നും അറിയണ്ട എനിക്ക്. ഏതായാലും നീ ഒരു കാര്യം ചെയ്. നിന്റെ ഭാര്യ എടുക്കുന്നതില് കുറച്ച് വിഷം കൂടി കലക്കി എനിക്ക് തരാൻ പറ. അയ്യോ, അതിപ്പോ ഞാൻ പറഞ്ഞാൽ തന്നെ അവൾ അങ്ങനെ ചെയ്യൂ അമ്മേ. കേറി വന്ന ദിവസം തന്നെ അമ്മായിയമ്മയെ വിഷം കൊടുത്തു കൊന്നു നാട്ടിൽ മുഴുവൻ പാട്ടാവില്ലേ? ഹരീന്ദ്ര, പരിഹാസം മതി. നിന്റെ അമ്മ എന്തുമാത്രം സങ്കടം വന്നിട്ടാണ്. സോറി, അമ്മയുടെ ഈ ഭാവാവിനെയും വർക്കൗട്ട് ആവില്ലെന്ന് വലിയമ്മാവൻ തന്നെ അനിയത്തി പറഞ്ഞെന്ന് മനസ്സിലാക്കുക. ഞാൻ പിടിച്ചോണ്ട് വന്നതേ നിങ്ങൾ രണ്ടാളും കണ്ട് തീരുമാനിച്ച് താലികെട്ട് നടക്കാതെ പോയൊരു പെണ്ണിനെയാണ്, അല്ലാതെ വഴിയെ കണ്ടതിനല്ല. ഹരീന്ദ്ര, നീ ഒന്ന് സമാധാനിക്ക്. നമുക്ക് എന്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാമല്ലോ. ഇക്കാര്യത്തിന് ഞാനായിട്ടൊരു തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞു. അതിനുവേണ്ടി ഇനി ആരും വീണ്ടും കഷ്ടപ്പെടണമെന്നില്ല. പിന്നെ നിങ്ങൾ തീരുമാനം ഉണ്ടാക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. അതിന് അമ്മാവൻ തന്നെ തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അതായത് ഞാൻ ഉണ്ടാക്കിയതൊക്കെ സ്വർണമായിട്ടും വസ്തുവായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അതും പണമായി സൂക്ഷിക്കേണ്ടെന്ന് അമ്മാവന്റെ പണ്ടേയുള്ള ഉപദേശം കൊണ്ട് ചെയ്തതാ. ഇപ്പൊ പക്ഷെ എനിക്ക് കുറച്ച് കൂടുതൽ പണത്തിന്റെ ആവശ്യമുണ്ട്. ഒന്നുകിൽ സ്വർണം വിറ്റ് അല്ലെങ്കിൽ വസ്തു വിറ്റ് അതെനിക്ക് കിട്ടണം. അമ്മാവന്റെ ഈ വരവുകൊണ്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കിയ. ആ വിമലേ, ഞാനൊന്ന് പുറത്തു പോവാ. നാരങ്ങ വെള്ളം കൊടുത്തിട്ടേ അമ്മാവനെ വിടാവൂ.